ഹലോ. ഇന്നപ്പോഴേ കഥയൊന്നുമില്ല കേട്ടോ, ഒരു ഉപദേശം തന്നേച്ചും പോവാന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും പുതിയൊരു വർഷത്തിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ഒരു പുതുവർഷത്തെ വരവേറ്റിരിക്കുകയാണ്. അപ്പോൾ നമ്മളിൽ പലരും പലരുടെയും വിഷൻ ബോർഡിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് അഥവാ റിഫ്ലക്ഷൻ ജേണലിലൂടെയും ഒക്കെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് അഥവാ റിഫ്ലക്ഷൻ ജേണൽ. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് കുറിച്ച് വെക്കുന്നതാണ് ഈ സംഭവം. ഞാനും ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ 2025 കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പകുതി സങ്കടവും രണ്ടാമത്തെ പകുതി സമാധാനവും ഉള്ളതായിരുന്നു. അപ്പം ഞാൻ ഈ വർഷം ഒരു 10-45 പേരുടെ അത് കുത്തിയിരുന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലാത്ത സോഷ്യൽ മീഡിയയിൽ വന്നതായിക്കോട്ടെ, എല്ലാം എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരുടെയും ഒരു വർഷം ഫുള്ള് സന്തോഷവും ഫുള്ള് സങ്കടവും അല്ല. ആരും എഴുതിയിട്ടില്ല എനിക്ക് ഈ ഒരു വർഷം ഫുള്ള് സന്തോഷമായിരുന്നു. അങ്ങനെ എഴുതിയവർ പോലും പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഇന്ന കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇന്നത് അതിന് മറിച്ചായിട്ടും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ഇമോഷൻ. ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. നമുക്ക് 365 ദിവസവും സങ്കടവും സന്തോഷവും കിട്ടില്ല. നോർമൽ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതല്ലാണ്ട് നോർമൽ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങിന് ഫുള്ളായിട്ട് സന്തോഷവും സങ്കടവും കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വലിയ തരത്തിൽ എന്താ പറയുക, അങ്ങ് തകർന്നു പോകാതെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷൻ ബോർഡ്. ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടോ മുന്തിരി കഴിച്ചതുകൊണ്ടോ ഞാൻ ആ ഒരു കഷ്ടത്തെ കളിയാക്കുമെന്നല്ല കേട്ടോ. അത് ഓക്കെ, അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് രണ്ടും ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടത്തില്ല. ഇപ്പം എക്സാമ്പിൾ, ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ എനിക്ക് എക്സാമിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം എന്ന് എഴുതി വെച്ചു. പക്ഷെ ഞാൻ പഠിക്കാണ്ട് എനിക്കത് കിട്ടുമോ? ഇല്ല. അപ്പം നിങ്ങളുടെ വിഷൻ ബോർഡിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഞാൻ ഒരു എഫേർട്ടും എടുക്കാണ്ട് എനിക്ക് ആഗ്രഹിച്ച ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ സാധനം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം. അതല്ലാണ്ട് ആരും എനിക്ക് ആ സാധനം കൊണ്ട് നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തരത്തില്ല. ഓക്കെ, അപ്പം ഇയർ എൻഡിൽ വന്നിരുന്നിട്ട് എനിക്കത് നേടാൻ പറ്റിയില്ല, ഇത് നേടാൻ പറ്റിയില്ല, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? സോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാട്ടായങ്ങളുടെ പിന്നാലെ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. സൈക്കോളജിക്കലി നമ്മളെ അത് എത്ര അഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. തന്നെ ആരുമായിട്ടും കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ലാസ്റ്റ് ഇയറിൽ വെച്ചിട്ട് ഈ ഇയറിൽ വന്നപ്പം ഞാൻ എത്രത്തോളം ബെസ്റ്റ് വേർഷനായി എന്ന് എന്നോട് തന്നെ ചോദിക്കുക. നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പറാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.